ഹേ ഗൈസ്, നമ്മളെല്ലാവരെയും നൊസ്റ്റാൾജിക് ഫീലേക്ക് കൊണ്ടുവന്ന ഒരു ഐറ്റം ഉണ്ട്, ഫെയറി ടൈൽസ്. ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഇന്നൊരു ഫെയറി ടൈൽ സ്റ്റോറി കേട്ടാലോ? അപ്പോൾ നമ്മുടെ ഫെയറി ടൈൽ സ്റ്റോറി സ്ലീപ്പിംഗ് ബ്യൂട്ടിയെ പറ്റിയിട്ടാണ്. ഈ കഥ നടക്കുന്നത് വളരെ ദൂരെയുള്ള ഒരു രാജ്യത്താണ്. ആ രാജ്യത്തെ രാജാവിനും രാജ്ഞിക്കും കുഞ്ഞു ജനിക്കുന്നു. ഒരു പെൺകുഞ്ഞ് രാജാവിന്റെ കുഞ്ഞിനെ കാണാനായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മാലകന്മാരെല്ലാം നിറയെ സമ്മാനങ്ങളുമായിട്ട് എത്തി. അവരെല്ലാവരും തിരിച്ചു പോകുന്നതിന് മുന്നേ കുഞ്ഞിന് അനുഗ്രഹങ്ങളും കൂടി നൽകി. ഇവളെ ദയവുള്ളവളാവട്ടെ, സൗന്ദര്യമുള്ളവളാവട്ടെ, ബുദ്ധിശാലിയാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാലകന്മാരുടെ കൂടെ ഒരു ദുഷ്ടയായ മാലക കൂടി ഉണ്ടായിരുന്നു. ദുഷ്ടയായ മാലക രാജകുമാരിക്ക് ശാപമാണ് നൽകിയത്. അവരിങ്ങനെ പറഞ്ഞു, ഇവളുടെ 16ാമത്തെ വയസ്സിൽ ഇവൾ ചക്കയിൽ പിടിക്കുകയും ഇവർക്ക് മരണം സംഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും അപ്രത്യക്ഷമായി. രാജാവും രാജ്ഞിയും അവിടെയുള്ള എല്ലാവരും വളരെ ദുഃഖത്തിലായി. ഈ ഒരു സന്ദർഭത്തിലാണ് അവിടേക്ക് ഒരു കുഞ്ഞു മാലാക പ്രത്യക്ഷപ്പെടുന്നത്. ആ മാലാക രാജാവിനോട് പറഞ്ഞു, ഈ ശാപം മൊത്തത്തിൽ എടുത്തു മാറ്റാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ മരിക്കും എന്നുള്ളത് ചർക്കയിൽ തൊട്ടതിന് ശേഷം ഇവൾ എന്നേക്കുമായി ഉറങ്ങുകയും രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒരു രാജകുമാരിയുടെ സാമീപ്യത്തിൽ മാത്രമേ രാജകുമാരിക്ക് ആ മുദ്രയിൽ നിന്നും ഉണരാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജകുമാരിയുടെ മരണം എന്ന് പറയുന്ന ആ ശാപത്തെ ആ മാലാക നീക്കി കളഞ്ഞു. അവിടെ നിന്നും അപ്രത്യക്ഷമായി. കഥ ഇനിയും ബാക്കിയുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ കേട്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ, അവരോട് കേട്ടെ. അത് മാത്രമല്ല